ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീൽ പുതിയ ഒരു സൈക്കിൾ ആരംഭിക്കുകയാണ്. കൂടുതൽ യുവതാരങ്ങൾക്ക് കാർലോ ആഞ്ചലോട്ടി അവസരം നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആഞ്ചലോട്ടി തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ബ്രസീലിൻ്റെ യുവതാരങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു 11 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ലീഗിൽ ഇപ്പോൾ തിളങ്ങുന്ന 23 വയസ്സിന് താഴെയുള്ള യുവ പ്രതിഭകളുടെ ഒരു 11 ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും മികച്ച താരങ്ങളെ, ഓരോ പൊസിഷനിലും ലഭ്യമായ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 11 ആണ്. ഭാവി ബ്രസീൽ 11 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബ്രസാവോയെ നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. സാന്റോസിന്റെ യുവ ഗോൾ കീപ്പറാണ് ബ്രസാവോ. നമുക്കറിയാം, ലിയോൻ എന്നേറ്റിയെ പോലെയുള്ള ഒരുപാട് ഗോൾ കീപ്പർമാർ അവിടെയുണ്ട്. ഒരുപാട് ഓപ്ഷനുകൾ അവിടെ ലഭ്യമാണ്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് പാൽമറാസിന് വേണ്ടി കളിക്കുന്ന ബെനഡേറ്റിയെ അവിടെ കളിപ്പിക്കാൻ സാധിക്കും. മികച്ച പ്രകടനം നടത്തുന്ന ഒരു യുവതാരമാണ് ബെനഡേറ്റി. അതുപോലെ തന്നെ കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന പെഡ്രോ, അദ്ദേഹം സെന്റർ ബാക്ക് ആയിക്കൊണ്ട് കളിക്കുന്ന യുവതാരമാണ്. ഇനി വലത് വിങ് ബാക്ക് ആയിക്കൊണ്ട് വിനീഷ്യസിനെ നമുക്ക് കളിപ്പിക്കാം. സാന്റോസിന്റെ താരമാണ്. ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് ക്യൂയിബാനോ എന്ന താരത്തെ ഉപയോഗപ്പെടുത്താം. വാസ്കോക്ക് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ യുവ പ്രതിഭയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് സി ലുക്കാസിനെ നമുക്ക് കളിപ്പിക്കാം. അദ്ദേഹം ഇപ്പോൾ ക്രുസൈറോയിൽ എത്തിയിട്ടുണ്ട്. അവിടെയും മികച്ച പ്രകടനം നടത്താൻ ഈ യുവ പ്രതിഭയ്ക്ക് സാധിക്കുന്നു. ഭാവിയിൽ ബ്രസീലിന്റെ ടീമിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു താരമാണ് സി ലുക്കാസ്. അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് ബ്രീനോ ബൈഡനെ നമുക്ക് കളിപ്പിക്കാം. കൊറിന്ത്യൻസിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തുന്ന യുവ പ്രതിഭയാണ് ബ്രീനോ ബൈഡൻ. അതുപോലെ തന്നെ സാന്റോസിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഗബ്രിയേൽ ബോൻഡെമ്പോ, യുവതാരമാണ്. സമീപകാലത്ത് നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അവരെയെല്ലാം മധ്യനിരയിൽ ബ്രസീലിന് ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ഡെല്ലിനെ കളിപ്പിക്കാം. നമുക്കറിയാം, ബ്രസീലിന്റെ അണ്ടർ-17 ടീമിന് വേണ്ടിയൊക്കെ ഒരുപാട് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് ഡെൽ. ബ്രസീലിയൻ ക്ലബ്ബായ ബാഹിയയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ മെക്കിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഗ്രിമിയോയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് മെക്ക്. അതുപോലെ തന്നെ വലത് വിങ്ങിൽ പാൽമറാസിന്റെ താരമായ അലനെ നമുക്ക് കളിപ്പിക്കാം. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല യൂറോപ്യൻ ക്ലബ്ബുകളും രംഗത്ത് വന്നിരുന്നു. പാൽമറാസ് അദ്ദേഹത്തെ വിട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബ്രസീലിയൻ ലീഗിലെ യുവ പ്രതിഭകളുടെ ഒരു ലൈനപ്പാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലെ പലരും ഭാവിയിൽ ബ്രസീലിന് വേണ്ടി കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.